ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് മാനദണ്ഡങ്ങൾ എത്രയെന്നറിയോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിലും നാലാലൊരു മാനദണ്ഡമായിരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് നാലാലൊരു മാനദണ്ഡത്തിലാണ്. അറിയുമോ ആ 4 മാനദണ്ഡങ്ങൾ? അസാസുൽ മഹബ്ബത്തി അർബഅ. സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങൾ 4 ആണ്. ഈ സഹോദരിമാര് സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഈ 4-ൽ ഏതെങ്കിലും ഒരു കാരണമുണ്ടാകും. നിങ്ങൾ ആരെ സ്നേഹിച്ചാലും 4-ലൊരു കാരണം ഉണ്ടാവും. സംഘാടകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ അതിനൊരു കാരണമുണ്ട്. ഒരു കാരണമുണ്ട്. എനിക്ക് അവരോടും നല്ല ഇഷ്ടമാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ. വാപ്പയോട് നമുക്കുണ്ടാകുന്ന സ്നേഹത്തിന്റെ കാരണം, ഭാര്യയോട് നമുക്കുണ്ടാകുന്ന സ്നേഹത്തിന്റെ കാരണം എന്താണെന്നറിയോ? 4 കാരണങ്ങളാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം. 1 അൽ ജമാലു വൽ കമാലു വൽ ഖറാബത്തു വൽ ഇഹ്സാൻ. അൽ ജമാൽ, സൗന്ദര്യം. സെലിബ്രിറ്റികളെ ഇപ്പൊ എല്ലാം മൂടിച്ച് വീണ്. സെലിബ്രിറ്റികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? മമ്മൂട്ടിയുടെ 75 വയസ്സായിട്ടും ഗ്ലാമർ. അതാണ് നമ്മളെ അതിലേക്ക് അങ്ങ് ആകർഷിപ്പിക്കുന്നത്, അട്രാക്ട് ചെയ്യുന്നത് അവരുടെ സൗന്ദര്യമാണ്. അവരൊക്കെ കോടികൾ മുടക്കിയിട്ടാണ്. ഈ നടിമാരെക്കാൾ സുന്ദരിമാരാണ് ചാന്താങ്കരയിലെ പെണ്ണുങ്ങൾ. സമാധാനായി. ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും നല്ല വാഴുന്നതാണ്. കാരണം ഇവര് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ. ഈ ലൈവ് അല്ലല്ലേ, ഈ പെണ്ണുങ്ങള്, ഈ സിനിമാ നടിമാര്, അവരെ ഈ പുട്ടിയിടാതെ നമ്മളൊന്ന് കാണണം. മുഖത്ത് 1/2 കിലോ പുട്ടിയിടുമല്ലോ, ഈ പുട്ടിയിടാതെ ഒന്ന് കാണണം. ഈ പുട്ടിയൊക്കെ ഇട്ട് ഏതെങ്കിലുമൊക്കെ ആ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് അവര് ഭയങ്കര സുന്ദരിമാരായിട്ട് തോന്നുന്നത്. ആ സൗന്ദര്യത്തിന്റെ പേരിലാണ് നമ്മൾ അവരെ പ്രണയിക്കുന്നത്. 1. ഇനി രണ്ടാമതൊരു കാരണം ഉണ്ടെന്നറിയോ? ഇയാള് കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവൂല, പക്ഷേ അയാള് നല്ല വ്യക്തിത്വമാണ്. കമാല്, പരിപൂർണനാണ് അയാൾ. നല്ല സ്വഭാവം, നല്ല വ്യക്തിത്വം, നല്ല വ്യക്തിത്വം. അതിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാറുണ്ട്. നമ്മളൊക്കെ പറയില്ലേ, അയാൾ എന്ത് നല്ല മനുഷ്യനാ, കാണാനൊന്നും രസം ഉണ്ടാവൂല. ഇനി 3-മതൊരു ബന്ധമുണ്ട്. ഇനി 3-മതൊരു കാരണമുണ്ട്. അതെന്തെന്നറിയോ? അത് കാണാൻ ഒരു മുഞ്ചും ഉണ്ടാവൂല, അതുപോലെ യാതൊരു നിലയിലുള്ള സ്വഭാവവും നല്ലതായിരിക്കൂല, പക്ഷേ വാപ്പായിരിക്കും. ചില മക്കള് പറയില്ലേ, എന്ത് ചെയ്യാൻ ഉസ്താദെ, വാപ്പ ആയിപ്പോയില്ലെങ്കിൽ ഞാൻ അങ്ങേരെ തല്ലിക്കൊന്നേനെ. ചില വാപ്പമാര് പറയും, എന്ത് ചെയ്യാനാ, മോനായിപ്പോയില്ലേ. ചില പെണ്ണുങ്ങൾ പറയും, കാണാനൊന്നും ഇയാളൊരു കുച്ചാലില്ല, സ്വഭാവവും എന്നെക്കാൾ അറിയുന്ന ആരും ഇല്ലല്ലോ ഈ ലോകത്ത്, കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ, പിന്നെന്ത് ചെയ്യാനാ, കെട്ടിയവനായി പോയില്ലേ എന്ന് പറയുന്നത് ഖറാബത്താണ്. സ്നേഹിക്കുന്നതിന്റെ 3-മത്തെ മാനദണ്ഡം ഖറാബത്ത്. ഇനി 4-മതൊരെണ്ണമുണ്ട്. അതാണ് സംഘാടകർ ഞാനും തമ്മിലുള്ള ബന്ധം, നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം. അൽ ഇഹ്സാൻ, ഉപകാരം. ഇപ്പൊ എനിക്ക് നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമുണ്ട്. 2 മണിക്കൂർ എന്ന് വാഴ്ന്നു പറഞ്ഞു. മുനീർ ഹുദവിയോട് ഇഹ്സാന്റെ സ്നേഹം ഉണ്ടായിരുന്നു, കഴിഞ്ഞു. EP അബൂബക്കർ മൗലവിയോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. റിയാസ് മന്നാനി മൻസൂരിനോട് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇന്നിപ്പോ എന്നോട് തുടർന്നുകൊണ്ടിരിക്കുന്നു, കഴിയും, അല്പ കഴിയുമ്പോൾ കഴിയും. അതാണ് ഇഹ്സാൻ. കാണാൻ മുഞ്ചല്ല, അതുപോലെ തന്നെ ആ വ്യക്തിത്വവും നല്ലതല്ല, ബന്ധുവല്ല. എന്തെങ്കിലും ചില്ലി കാശ് അയാളെ നിന്ന് കിട്ടും. ഒരാള് പണക്കാരനാണ്, അപ്പൊ അയാളെ മാമാ സാറേ എന്നൊക്കെ വിളിച്ച എന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ ആ ഒരു സ്നേഹം നമ്മൾ കാണിക്കാറുണ്ട്. ഈ 4-ൽ ഏതെങ്കിലും ഒരു ബന്ധമില്ലാതെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കോ? പറ, ഉറക്കം വരണ. ഈ 4-ൽ ഏതെങ്കിലും ഒരു കാരണമില്ലാതെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കോ? ഇല്ലാന്ന് മാത്രമല്ല, ഈ 4 മാനദണ്ഡം വെച്ച് നോക്കിയാലും സ്നേഹിക്കപ്പെടാൻ അർഹതപ്പെട്ടത് നബി മുഹമ്മദ് മുസ്തഫ എന്നല്ല, ഈ 4 കാരണവും നബിതങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട് എന്നതാണ്. അതാണ് നമുക്ക് ഇത്ര സ്നേഹം.
നോക്കൂ നിങ്ങൾ, അൽ ജമാൽ, നബി തങ്ങളുടെ സൗന്ദര്യം എത്ര വലുതാണെന്നറിയോ? അള്ളാന്റെ ഹബീബിന്റെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞാൽ എത്ര മണിക്കൂർ വേണോ പറയാൻ കഴിയും. എത്ര വലിയ സൗന്ദര്യമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിനകത്ത് നൂലുകൊണ്ട്, സൂചിയും നൂലും കൊണ്ട് തുണി നെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളുള്ള വീടല്ലല്ലോ അന്നത്തെ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിനകത്ത് വിളക്കിന്റെ എണ്ണ തീർന്നു പോയി. കാരണം അവിടെ എണ്ണ വിളക്കാണ്. ആ എണ്ണ വിളക്കിൽ തന്നെ പലപ്പോഴും വിളക്കിൽ എണ്ണ ഒഴിക്കാതെ അവര് മാറ്റിവെക്കും. എന്തുകൊണ്ടെന്നറിയോ? അങ്ങനെ വിളക്കിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കുടിക്കാനും കഴിക്കാനും എണ്ണയില്ല. അതുകൊണ്ട് തന്നെ കമ്മിയായ സമയത്ത് പലപ്പോഴും വിളക്കിൽ എണ്ണ ഒഴിക്കില്ല. അങ്ങനെ വിളക്കിൽ എണ്ണയില്ലാതെ വിളക്കണമെന്ന് പോയ നിമിഷത്തിൽ തയ്ച്ചുകൊണ്ടിരുന്ന സൂചി നിലത്ത് വീണുപോയി. അതിങ്ങനെ നോക്കുകയാണ്, പരതുകയാണ്, എവിടെയാണ് സൂചി? അത് കാണുന്നില്ല. ആ സമയത്താണ് ഇതാ കടന്നു വരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആ റൂമിനകത്തേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോ അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വലത കൊണ്ട് ആയിഷ ബീബി നിലത്ത് കിടക്കുന്ന സൂചി എടുത്തു. ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, നാടകത്തിന്റെ ഇതിവൃത്തമല്ല, സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഏതെങ്കിലും കഥാപുസ്തകത്തിലുള്ളതല്ല, ഏതെങ്കിലും രചനകളിലുള്ളതല്ല. താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്, സീറകളിൽ കാണാൻ കഴിയുന്നത് അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം കണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിലത്ത് വീണ സൂചി എടുത്തു എന്നാണ്. അതല്ലേ മൗലിദിൽ നമ്മൾ പറയുന്നത്, ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? ഇന്ന ബൈതനന്ത സാകിനുഹു, നബിയെ അങ്ങ് താമസിക്കുന്ന വീട്, അങ്ങുള്ള ഒരു റൂം, ആ റൂമിനകത്ത് ലൈസ മുഹ്താജൻ ഇലാ സുറുജി, ഒരു വിളക്കിന്റെ ആവശ്യമില്ല നബിയെ, ഒരു വിളക്കിന്റെ ആവശ്യമില്ല റസൂലേ. അങ്ങയുടെ നെറ്റിത്തടത്തിനും നടിക്കുന്ന പ്രകാശം കാരണം നമുക്കത് കാണാൻ കഴിയോ? ഒരു ശഅബാ മാസത്തിന്റെ 15ാമത്തെ രാത്രിയില് ആയിഷ ബീവി നോക്കുമ്പോ വിരിപ്പില് റസൂലുള്ള ഇല്ല. ആയിഷ ബീവി അത്ഭുതപ്പെട്ടു പോയി, ഭയവികുലയായി, വിഷാദ വിഷണ്ണയായി, വ്യാകുലവികുലയായി, സംഭീതയായി, പരിഭ്രമചിത്തയായി. എന്റെ ഭർത്താവ് എവിടെ പോയെന്നറിയില്ലല്ലോ. ഒരു പക്ഷേ എന്റെ റൂമിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥലം ആയിഷക്കറിയാ. അത് അടുത്തുള്ള പള്ളിയാണ്, ഒരു കർട്ടന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ പള്ളിയിലേക്ക് നോക്കുമ്പോ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഇനിയുള്ള സ്ഥലമേതാണ്? തന്റെ ഭാര്യമാരുടെ വീടുകളാണ്. ഒരു ഭാര്യയുടെ വീട് ചാന്നാങ്കര, മറ്റൊരു ഭാര്യയുടെ വീട് കണിയാപുരത്ത്, അടുത്തത് പള്ളിപ്പുറത്ത്. അങ്ങനെയല്ല, 11 ഭാര്യമാരെ താമസിച്ചിരുന്നത് മദീന പള്ളിയുടെ മസ്ജിദുൻ നബവിയുടെ 4 ഭാഗത്താണ്. 4 ഭാഗത്ത് ഇങ്ങനെ വളച്ചു കെട്ടിയ രീതിയിലാണ് അവരുടെ ഭാര്യമാരുടെ വീട്. അതിനെ അറബിയിൽ പറയുന്നതാണ് ഹുജറാത്ത്, അർത്ഥം കുടിലുകൾ എന്നാണ്. ആ അധ്യായം തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കുടിലുകളെ പറ്റി പറയാനുള്ള അധ്യായമാണ്. ആ വീടുകളിൽ ഓരോ വീട് മുറ്റത്ത് ചെന്നിട്ട് ചോദിച്ചു, പാതിരാത്രിയാണ്, എന്റെ റസൂൽ ഇവിടെ വന്നോ? ഭാര്യമാര് പറഞ്ഞു, ഇല്ലല്ലോ ആയിഷ, ഇവിടെ ഇല്ല ആയിഷ. അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാന്റെ ഹബീബിന് എന്തെങ്കിലും ആപത്ത് പറ്റിയോ പേടിച്ചുകൊണ്ട് ആയിഷ ബീവി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ ബഖീഇന്റെ ഭാഗത്ത്, ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന അവിടുത്തെ വിശ്വാസികളെ മറമാടുന്ന ആ മയ്യത്തടക്കുന്ന ഖബർസ്ഥാൻ, ആ ജന്നത്തുൽ ബഖീ, ആ ഭാഗത്തൊരു പ്രകാശം കാണുകയാണ്. ഒരു മിന്നാമിനിങ്ങിന്റെ പ്രകാശം പോലെയല്ല, എന്തോ ഒരു വലിയ പ്രകാശം അവിടെ കാണുകയാണ്. മനസ്സിലായി, എന്റെ റസൂല് തന്നെയാണ്. ആയിഷ ബീവി രാത്രി ഓടുകയാണ്. വീട്ടിൽ നിന്ന് ഓടി ബഖീലെത്തുമ്പോ നബി തങ്ങളുടെ പ്രകാശം തന്നെയാ കണ്ടത്. ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, നീ പേടിച്ചു പോയോ? നീ പേടിച്ചു പോയോ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കാണാതിരുന്ന് കിട്ടിയപ്പോൾ ഭയപ്പെട്ട് പേടിച്ചിട്ട് അവസാനം നബി തങ്ങളെ കണ്ടപ്പോ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഒരു തമാശ പറഞ്ഞു. എന്താന്നറിയോ? നബിയെ, ഒന്നിലധികം ഭാര്യമാരുള്ള ഒരാളെ പിന്നെ രാത്രി കണ്ടില്ലെങ്കിൽ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി റസൂലുള്ള ചിരിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത അറിയോ? ഇന്ന് ശഅബാന്റെ 15ാമത്തെ രാത്രിയാണ് ആയിഷ. ഇന്ന് കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങൾ
നിബിതങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്തവന് അല്ല പുറത്തു കൊടുക്കുന്ന രാത്രിയാ. ആടിന്റെ രോമമെണ്ണാ നിങ്ങൾക്ക് കഴിയോ? ഇവിടത്തെ ആടിന്റെ രോമമെണ്ണാ നിങ്ങൾക്ക് കഴിയോ? കൽബ് ഗോത്രത്തിന്റെ ആടിന്റെ പ്രത്യേകത രോമം കൂടുതലാണ്. അത്രയും വലിയ പാപം ചെയ്തവനാണേലും അല്ല പുറത്തു കൊടുക്കുമെന്നാണ്. ആ രാത്രിയിൽ എങ്ങനാണ് ആയിഷ എനിക്ക് അവിടെ കിടക്കാൻ പറ്റുക? എന്റെ മുൻഗാമികളെ ഞാൻ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് ഞാൻ റബ്ബിലേക്ക് അടുക്കുകയാണെന്ന് പറഞ്ഞ പൊന്നാര നബി തങ്ങളെ എങ്ങനെയാണ് രാത്രി കണ്ടത്? റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിലാണ്, നബി തങ്ങളുടെ സൗന്ദര്യമാണ്. ചോദിക്കട്ടെ, ചില ആളുകൾ പറയാറുണ്ടല്ലോ യൂസുഫ് നബിയെ പോലെ സൗന്ദര്യം. ആരും ഇതുവരെ മുഹമ്മദ് നബിയെ പോലെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? യൂസുഫ് നബിയെ പോലെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കും അപ്പൊ സൗന്ദര്യം യൂസുഫ് നബിക്കാണോ? അല്ല. മേറാജിന്റെ യാത്രയിൽ 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിയെ കണ്ടത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു ഞാൻ 3-ാം ആകാശത്തെത്തുമ്പോൾ ഫൈദാ ബി അഖി യൂസുഫ്, എന്റെ സഹോദരൻ യൂസുഫിനെ കണ്ടു. നോക്കുമ്പോ എന്റെ സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫിൽ ഞാൻ കണ്ടു. അപ്പോ സൗന്ദര്യത്തിന്റെ നേർ പകുതി യൂസുഫ് നബിക്ക് അല്ലാഹ് കൊടുത്തു. ആ യൂസുഫ് നബിയാണ് എല്ലാവരും ഉപമിക്കുന്നത് സൗന്ദര്യത്തില്. നബി തങ്ങളെ ആരും ഉപമിക്കാറില്ല. ഇതെന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂര്യനെ പോലെ സൗന്ദര്യം? ഇല്ല. പറയുന്ന എന്താ? ചന്ദ്രനെ പോലെ സൗന്ദര്യം. എന്താ കാര്യം? പിറ കാണുന്ന സമയത്ത് അതിന് പറയുന്നത് ഹിലാൽ എന്ന. ഹിലാൽ, ഇതാ റഅയ്തുമുൽ ഹിലാൽ. ഹിലാൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ കീറലാണ്. അത് വലുതായി 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 വരുന്നോറും അതിന്റെ പേര് ബദർ 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 എന്നാണ്. 14-ാം രാവിലെ അഥവാ 15-ന്റെ അന്ന് രാത്രി എത്തുമ്പോ അത് ഒരു ഒറട്ടിയുടെ വലിപ്പം ഉണ്ടാവും. അതിന്റെ പേര് ഖമർ എന്നാണ്. ഹിലാല് ബദറായി, ബദർ പിന്നെ ഖമറാവും. ഈ പരിപൂർണ ഒറട്ടിയുടെ വലിപ്പത്തിന് വരുന്നതാണ് അതിന്റെ ഹൈ ക്ലാസ്. അങ്ങനെ കാണുമ്പോഴും വീടിന്റെ മുകളിൽ കിടന്നത് കണ്ടോണ്ട് കിടക്കാൻ എന്ത് രസമാണ്. ആ ചന്ദ്രനെ വെളുക്കുന്നത് വരെ നമുക്ക് കണ്ടോണ്ട് കിടക്കാം. 14-ാം രാവിലെ അന്ന് നിലാവ്, അന്ന് നല്ല നിലാവാണ് ആ രാത്രി. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, നേരം വെളുക്കുന്നത് വരെ ഈ ചന്ദ്രനെ, അതും പൂർണ്ണമായ പരിപൂർണ ആ ഖമറിനെ കാണാൻ നമുക്ക് കഴിയും വെളുക്കുന്നത് വരെ. നാളെ നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് സൂര്യനെ കാണാൻ പറ്റും? പറ്റില്ല. കാരണം സൂര്യൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല. ചന്ദ്രൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും. യൂസുഫ് നബിയെ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റും, നബിതങ്ങളെ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് മിസ്റിലെ പെണ്ണുങ്ങൾ പറഞ്ഞല്ലോ, സലീഹ ഒരു ആപ്പിൾ കൊടുത്തിട്ട് ഓരോരുത്തരുടെ കയ്യില് ആപ്പിളും അതുപോലെ തന്നെ കത്തിയും കൊടുത്തിട്ട് ഞാൻ യൂസുഫിനെ കയറി പിടിച്ചത്, ഞാൻ യൂസുഫിനെ പ്രേമിച്ചത്, ഞാൻ യൂസുഫിനെ ഇഷ്ടപ്പെട്ടത് ഇവിടത്തെ പെണ്ണുങ്ങളെ കളിയാക്കുകയാണ്. എന്നാ പെണ്ണുങ്ങളെ കേട്ടോ, നിങ്ങള് ഈ പറയുന്ന യൂസുഫിനെ നിങ്ങളൊന്ന് കാണോ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളുടെ കയ്യിൽ ആപ്പിളും കൊടുത്ത് മൂർച്ചയുള്ള കത്തിയും കൊടുത്തിട്ട് ഒരുക്കി നിർത്തിയിരുന്ന പ്രത്യേക റൂമിനകത്തിനും ആ യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനെ ഇറക്കി അങ്ങ് വിട്ടപ്പോ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹി മഹാദാ ബശറാ, ഇത് മനുഷ്യനല്ല, ഇൻഹാദാ ഇല്ലാ മലക്കുന കരീ, ഇതേതോ മലക്കാണ്, മനുഷ്യന് ഇത്ര സൗന്ദര്യം വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മിസ്റിലെ പെണ്ണുങ്ങളുടെ കൈകളിലിരിക്കുന്ന ആപ്പിൾ മുറിഞ്ഞിട്ട് വിരലുകൾ മുറിക്കപ്പെട്ടത് ആ പെണ്ണുങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആയിഷ ബീവി പറഞ്ഞിരുന്നെന്നറിയോ? മിസ്റിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയെ കണ്ടിട്ട് അവരുടെ കൈ മുറിക്കപ്പെട്ടത് അറിഞ്ഞില്ലെങ്കിൽ എന്റെ ഹബീബിന്റെ ഭർത്താവിന്റെ റസൂലിനെ കാണണ്ട, അവിടുത്തെ ഇവിടെ നെറ്റിത്തടത്തെ വന്ന് കണ്ടിരുന്നെങ്കിൽ മിസ്റിലെ പെണ്ണുങ്ങള് ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. അത്രയും വലിയ സൗന്ദര്യം. ഒരാളെ സൗന്ദര്യം
സൗന്ദര്യം കണ്ടുകൊണ്ടാണ് പഠിക്കണം നബിതങ്ങളെ പറ്റിയിട്ട്. റസൂലുള്ളാഹിനെ പറ്റി പഠിക്കണം, റസൂലുള്ളാഹിനെ പറ്റി പഠിക്ക്. അല്ലാതെ ഓൺലൈൻ ഇബാദത്ത് എന്നും പറഞ്ഞ് ചരുവം വെച്ച് ഊതായിരുന്നാ പറ്റൂല. പഠിക്കണം റസൂലുള്ളാഹിനെ പറ്റി, അള്ളാന്റെ ഹബീബിനെ പറ്റി പഠിക്ക്, നബിതങ്ങളെ പറ്റി പഠിക്ക്. പഠിച്ചിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്ക്. അങ്ങനെ മനസ്സിലാക്കി അത് ഓർത്ത് കിടക്കുമ്പോ നമുക്ക് കണ്ണില് ഉറക്കത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയായ നമുക്കതിനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അതുകൊണ്ട് സ്നേഹിക്കുന്നത് സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, രണ്ടാമത് സ്നേഹത്തിന്റെ മാനദണ്ഡം പറഞ്ഞല്ലോ, അത് കമാലാണ്. ജമാല്, കമാല്, പൂർണ്ണത. ഒരു മനുഷ്യന്റെ പൂർണ്ണത, ഒരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് രണ്ടാമതായിട്ട്. ആ വ്യക്തിത്വത്തിന്റെ പേരിൽ ഒരാള് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടതാരാണ്? ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചില ആളുകളടുത്ത് നമുക്ക് സംസാരിച്ചിരിക്കാൻ നേരം വെളുക്കുന്നത് വരെ സംസാരിച്ചാലും നമുക്ക് കൊതിരിയില്ല. നാളെ ആരാ പ്രസംഗം? ഏതെങ്കിലും മേലാറ്റൂർ. ഒരു വ്യക്തിത്വത്തിൽ ഇപ്പൊ കൊടുക്കുകയാണോ? കൊടുക്കുമ്പോ പറയാം. സാധാരണ ഈ കവർ വന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാം? പ്രസംഗം നിർത്താനായി അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പൊതുവെ അങ്ങനെയാണ്. ഇനി പറഞ്ഞാലും 10:30 ഞാൻ നിർത്തും. ഇൻഷാല്ലാ 10:10. വ്യക്തിത്വത്തിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കും, സൗന്ദര്യത്തിന്റെ പേരിലല്ല. വ്യക്തിത്വത്തിന്റെ പേരിൽ. സൗന്ദര്യമൊന്നും ഉണ്ടാവൂല, നല്ല വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല വ്യക്തിത്വം ആർക്കാണ്? നമ്മൾ പറയും നബിക്കാണ്, കാരണം ആ വിഷയമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ രേഖ വേണം, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തെളിവുണ്ടാകണം. നോക്കൂ, ഇപ്പൊ ഹസൻ അമാനി എന്നെ വിളിക്കാൻ ഞാൻ എങ്ങനായിരിക്കും നോക്കുക? ഹസൻ അമാനി എന്നെ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ ആയിരിക്കും നോക്കുക, അല്ലേ? ആര് വിളിച്ചാലും നമ്മൾ എങ്ങനെ നോക്കുന്നത്? തല തിരിച്ചിങ്ങനെ നോക്കും. പക്ഷേ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ നബിതങ്ങൾ ആരെങ്കിലും ഒരാള് പിന്നിൽ നിന്ന് വിളിച്ചാൽ തലതിരിച്ചിട്ട് റസൂലുള്ള നോക്കാറില്ല. പിന്നെയോ ഉടലോടെ ശരീരമാസകല തിരിഞ്ഞിട്ടേ നോക്കാറുള്ളൂ. എന്തുകൊണ്ടെന്നറിയോ? വിളിക്കുന്നവനെ റെസ്പെക്ട് ചെയ്യുകയാണ്, വിളിക്കുന്നവന് പ്രയോറിറ്റി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടവരാണല്ലോ. അതുകൊണ്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് ശരീരം ഉടലോ തിരിയുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മാത്രമല്ല, മുസാഫഹത്ത് ആരെങ്കിലും ചെയ്താൽ, ആരെങ്കിലും ആ കയ്യിലൊന്ന് പിടിച്ചാൽ, നമ്മുടെ കയ്യിലാണ് മുസാഫഹത്ത് ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരച്ചോണ്ടങ്ങ് പോവാണ്. കാരണം സമയമില്ലല്ലോ. ഓരോരുത്തരുടെ കൈ കൊടുക്കുമ്പോ ആ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് കൈവിട്ടിട്ട് അടുത്ത ആളിനെ കൈ കൊടുക്കുകയാ. പക്ഷെ ആരംഭ പോവായ ഹബീബിന്റെ കയ്യിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ, അവിടെ നിന്ന് മുസാഫഹത്ത് ചെയ്താൽ പിടിക്കുന്ന ആള് കൈവിടുന്നത് വരെ റസൂലുള്ള വിടില്ല. റസൂലുള്ളാഹിന്റെ കൈ ആരാണോ പിടിച്ചത് അയാളെ കൈവിടുന്നത് വരെ റസൂലുള്ള വിടില്ല. അത്രയും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, മക്കയിൽ അബൂ ത്വാലിബ് എന്നവര് കൂടി മരിച്ചപ്പോ ആദ്യം പ്രിയപ്പെട്ട വാപ്പയില്ലാതെയാണ് ജനിച്ചത്. 2 മാസം ഉമ്മയുടെ ഗർഭാശയത്തില് അള്ളാന്റെ ഹബീബ് കിടക്കുമ്പോഴാണ് വാപ്പ മരിക്കുന്നത്. ജനിച്ചതിനു ശേഷം 6 വയസ്സെത്തിയപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എല്ലാവർക്കും വിഷമമുണ്ടാകുന്ന സമയമാണ്. ആരെങ്കിലുമൊക്കെ മരിച്ചുപോയാൽ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയാണ് നമുക്ക് സങ്കടം, മരിച്ചവരെ പറ്റിയല്ല, അല്ലേ? നൗഫൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ആ നൗഫലിന്റെ ഉമ്മയും വാപ്പയും മരിച്ചു. ഭാര്യയും 3 മക്കളും
മക്കളും മരിച്ചു. വയനാട്ടിൽ വിദേശ രാജ്യത്ത് പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് വളർന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് സമ്പാദിച്ചു. ആ നൗഫൽ വീട് വെച്ചു. അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ഭാര്യയും 3 മക്കളും താമസിക്കുന്ന വീട് വയനാടിലെ ചൂരൽമലയിലെ ഒലിച്ചുപോയെന്ന വാർത്തയറിഞ്ഞിട്ട് വാഹനം കയറി വിദേശത്ത് നിന്ന് നാട്ടിലെത്തുമ്പോ വീട് നിന്ന ഭാഗത്തൊരു ഉരുളനു പാറയല്ലാതെ മറ്റൊന്നുമില്ല. ഓരോ മയ്യത്തുകളെ കൊണ്ടുവരുമ്പോ തല പൊട്ടിപ്പോയത്, മുഖമടർന്നു പോയത്, കണ്ണില്ലാത്തത്, തലയോട്ടിക്ക് പകരം ചെളി നിറഞ്ഞത്. ചിത്രങ്ങൾ പലരും വയനാട്ടിലുള്ള സഹോദരങ്ങൾ അയച്ചു തന്നു. 1 or 2 ഫോട്ടോസ് മാത്രമാണ് നോക്കിയത്. കാരണം എന്തെന്നറിയോ? കാണാൻ നമുക്ക് കഴിയില്ല. ആ നിലയിൽ വികൃതമായി മരണപ്പെട്ട ഓരോ മയ്യത്തുകൾ ഈ അടുത്ത സമയത്തല്ലേ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു പാവപ്പെട്ടവന്റെ വാപ്പയെ അടക്കിയിരിക്കുന്നത് 3 ഖബറിലാണ്. 3 സ്ഥലത്താണ് വാപ്പയടക്കിയിരിക്കുന്നത്. അരയ്ക്ക് താഴോട്ടൊരു കുഴിയില്, അരയ്ക്ക് മുകളിലോട്ട് കഴുത്തിന് താഴോട്ടും മറ്റൊരു ഖബറില്. കിട്ടുന്നതനുസരിച്ച് കൊണ്ടുവന്നടക്കിയതാണ്. പരിശോധന നടത്തിയിട്ട് മീസാൻ കല്ല് നമ്പർ കുറിച്ചിട്ടുണ്ട്. ആ മീസാൻ കല്ലിനടിയിൽ അടക്കിയതിന്റെ സാമ്പിൾ എടുത്തിട്ട് പരിശോധന നടത്തിയപ്പോൾ ആ രക്തസാമ്പിളിലും അതുപോലെ തന്നെ ബോഡിയിലെ DNA ടെസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ എല്ലാ പാർട്സുകളും എണ്ണി നോക്കുമ്പോ 3 ഖബറിലാണ്. ആ നിലയിൽ ഓരോ മയ്യത്തുകളുടെ ശരീരഭാഗങ്ങൾ വേർപെട്ട് വന്ന ഓരോ മയ്യത്തുകളെ നോക്കിയിട്ട് മകനാണോ മകളാണോ എന്ന് നോക്കുന്ന നൗഫലിന്റെ ചിത്രം. നമുക്ക് അവനോടാണ് സഹതാപം, വിഷമം. മരിച്ചവരോട് വിഷമമില്ല. അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ മരിച്ച ശ്രുതി. ആ പ്രിയപ്പെട്ട സഹോദരിയെ ജോൺസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിന് എൻഗേജ്മെന്റ് നടന്നു. പോട്ടെ മോളെ, നിന്റെ അച്ഛനില്ലെങ്കിൽ എന്താണ്, അമ്മയില്ലെങ്കിൽ എന്താ, ഞാൻ നിന്നെ ചേർത്ത് നിർത്തിക്കോളാമെന്ന് പറഞ്ഞു. അവളെയും കൊണ്ട് വാഹനത്തിൽ യാത്ര പോകുമ്പോ മാനന്തവാടിക്കടുത്ത് വെച്ച് അപകടത്തിൽ ആ പ്രിയപ്പെട്ടവന് മരിച്ചു. ആലോചിച്ചു നോക്കൂ, നമുക്ക് സഹതാപം ആരോടാണ്? കല്യാണത്തിന്റെ മോഹത്തോടെ നടന്ന ജോൺസൺ മരിച്ചതിലല്ല, അച്ഛനും അമ്മയും മരിച്ചതിലല്ല, അച്ഛനും അമ്മയും ഭർത്താവായി വരാൻ പോകുന്ന പരിശുദ്ധ വരനും നഷ്ടപ്പെട്ടു പോയ ശ്രുതി എന്ന പെങ്ങളോടാ നമുക്ക് സഹതാപം. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ 6 വയസ്സുള്ളപ്പോ ഉമ്മ മരിച്ചു, വാപ്പയില്ല. ഉമ്മതാ ഉള്ളത്, ഉമ്മയും മരിച്ചു. ആ പ്രിയപ്പെട്ട മകൻ ചെറിയ കുഞ്ഞളം കൈകൊണ്ട് മണ്ണ് വാരിയിട്ട് ഖബറിലിട്ടു. എന്നിട്ട് വന്നു ആരാ ഏറ്റെടുത്തത്? അബ്ദുൽ മുത്തലിബ് എന്ന പിതാമകൻ. പോട്ടെ മോനെ അല്ലമീനെ, മുഹമ്മദേ പോട്ടെ, എന്റെ മോൻ അബ്ദുള്ള ഇല്ലെങ്കിലും എന്റെ മരുമകൾ ആമിന ഇല്ലെങ്കിലും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു. അധിക നാള് നീണ്ടില്ല, അബ്ദുൽ മുത്തലിബ് എന്ന പിതാമകനും മരണപ്പെട്ടു. അബൂ താലിബ് എന്ന പിതൃവിനെ ഏറ്റെടുത്തു മൂത്താപ്പ. ആ പ്രിയപ്പെട്ട മൂത്താപ്പ ഏറ്റെടുത്തു. എല്ലാ നിലയിലും ആർക്കും ഇട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പോന്നു. ആ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബ് മരിക്കുന്ന ആ സമയത്ത് വല്ലാത്ത സങ്കടം. ഇതിനിടയിൽ 25-ാമത്തെ വയസ്സിൽ ഖദീജ എന്ന ഏറ്റവും വലിയ സമ്പന്നയായ യുവതി ജീവിതത്തിൽ വന്നു. ഇന്ന് കുറെ അത് എന്റെ നാട്ടിന്റെ ഭാഷയാണ്, അത് പറഞ്ഞാൽ ശരിയാവും. കുറെ ആളുകൾ അങ്ങനെ തന്നെ പറയാം, നബിതങ്ങളെ സ്ത്രീ ലംബടനാക്കി ചിത്രീകട. ഈ എരപ്പാളികൾ ചീത്തല്ല ആണോ? എനിക്ക് അത് വെട്ടിക്കളയാം. ഇവനൊക്കെ വല്ല വിവരമുണ്ടോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സ്ത്രീ ലംബടനാണെന്ന് പറയുന്ന വിവരദോഷികൾ നിങ്ങൾ രണ്ടുമല്ലേ ഇവിടെ ഇരുന്നത്? എന്താ ഡബിളാ? അങ്ങനെ പോയല്ലേ ഇടയ്ക്ക്. ഈ സ്ത്രീ ലംബടനാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുന്നു, ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവനൊക്കെ ഒരു നിമിഷം നബിതങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നമ്മളിൽപ്പെട്ടവരും പറയും, ഓ അതൊക്കെ മോശമായി പോയി.
വലിയ കാക്ക കാജ ബീഡിയും വലിച്ചോണ്ടാ പറയുന്നത്. അതൊക്കെ മോശമായി പോയി. ആയിഷ ബീവി 8-ാമത്തെ വയസ്സിൽ 6-ാമത്തെ വയസ്സിൽ 8-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ ശരിയാണോ? അതൊക്കെ ഇച്ചിരി കടന്നുപോയി എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ചില കാക്കന്മാരും ഉണ്ട്. പക്ഷെ ഒന്നോർത്തോ, നബിതങ്ങൾ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജയെ കല്യാണം കഴിക്കുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതിനു മുമ്പ് 2 പേര് കല്യാണം കഴിച്ച് 2 ഭർത്താക്കന്മാരും മരിച്ച് അതിൽ മക്കളും ഉണ്ട്, വിധവയായിരുന്നു. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ റസൂലുള്ള വേറെ ഒരു കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം നബിതങ്ങൾക്ക് ആകെ മൂഡൌട്ടായി. ബാപ്പ പോയി, ഉമ്മ പോയി, അബ്ദുൽ മുത്തലിബ് പോയി, ഇപ്പൊ അബൂ താലിബ് എന്നവര് പോയി, ഖദീജയും പോയി, എല്ലാരും പോയി. ഇനി ആരെന്നെ സംരക്ഷിക്കും എന്ന അള്ളാഹുവിൽ വിശ്വാസത്തിന്റെ കുറവല്ല, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒരു ദുഃഖം. ആ സമയത്ത് പലരും വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പുതിയ വിവാഹത്തെ പറ്റി ആലോചിക്കാം. സമ്മതിച്ചില്ല ആയിഷ നബിതങ്ങൾ. അവസാനം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ആയിഷ ബീവിയോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഓ എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദേഷ്യം വന്ന് ആയിഷ ബീവിക്ക് പേര് കേൾക്കുമ്പോ ദേഷ്യം വരും. കാരണം എന്തു പറഞ്ഞാലും എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. അവസാന സത്യസന്ധമായി ആ ഖദീജ ബീവിയുടെ എല്ലാ വിശേഷണങ്ങളും വെച്ചുകൊണ്ട് ആയിഷ ബീവി തട്ടിക്കേറി. എങ്ങനെന്നറിയോ? നബിയെ, ഞാൻ കന്യകയല്ലേ, ഞാൻ സുന്ദരിയല്ലേ, ഞാൻ അങ്ങയുടെ കൂട്ടുകാരന്റെ മകളല്ലേ, അബൂബക്കർ സിദ്ദീഖിന്റെ. ഇനിയും മരിച്ച് മണ്ണോട് ചേർന്ന് പോയ പല്ലിന്റെ മോണ ചുമന്നിരിക്കുന്ന ഒരു വൃദ്ധയായ ഒരു പെണ്ണിനെ, ഖുറൈശി വനിതയെ പറ്റി ഇനി എന്തിനാ നിങ്ങൾ ഓർക്കുന്നേ? അപ്പൊ അവരുടെ പ്രായം മനസ്സിലായില്ലേ? ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, നീ ഇനി എത്ര എന്നെ സ്നേഹിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചാലും എന്റെ ഖദീജയോളം നീ വരില്ല, എന്റെ ഖദീജയോളം നീ വരില്ല. എനിക്ക് മക്കൾ 6 മക്കളെ തന്നത് ഖദീജയാണ്. 7-ാമത്തെ ഇബ്രാഹിം എന്ന മകനെ മാരിയത്തുൽ ഖിബ്തിയ. അപ്പൊ എനിക്ക് മക്കളുണ്ടായത് ഖദീജയിലാണ്. ഞാൻ ദരിദ്രനായിരുന്നു, പിന്നീട് ദരിദ്രനല്ലേ. ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പോഴല്ലേ ഈത്തപ്പഴവും പച്ചവെള്ളം മാത്രം ഉണ്ടെന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. നമ്മളിപ്പോഴാണെങ്കിൽ പെണ്ണിന്റെ വാപ്പാടെ പുറകെ മാമ താമാമ എന്നും പറഞ്ഞ് നടക്കും, തെണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ലേ. സ്ത്രീധനോ അച്ചാരോ സ്വർണ്ണവും കൂടുതൽ ചോദിക്കാൻ നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? എന്നിട്ട് മാമ കൊടുക്കുന്നതിൽ നിന്നാണ് മഹർ അങ്ങോട്ട് കൊടുക്കുന്നത്. ഈ പാവപ്പെട്ടവനെ തെണ്ടി വാങ്ങിയിട്ടാണ് വണ്ടിയും വിളിച്ച് കൂട്ടുകാരന്മാരെ മുഴുവനും കൊണ്ടുവന്ന് തീറ്റിക്കുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം സമർപ്പിച്ചു. എന്താ സമർപ്പിച്ചത്? ഞാൻ എന്റെ ചാന്നാങ്കരയിലെ സഹോദരിമാരോട് ചോദിക്കുകയാ, ധൈര്യമായിട്ട് പറഞ്ഞു, ഖദീജ ബീവി നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കുഴഞ്ഞു. ഖദീജ ബീവി നിസ്കാരം ഉണ്ടായിരുന്നോ? ഖദീജ ബീവി വഫാത്താവുന്ന കൊല്ലമല്ലേ നബിതങ്ങൾക്ക് സങ്കടം വന്നപ്പോ അല്ലാഹ് മിഅ്റാജിന് കൊണ്ടുപോയത് 51-ാമത്തെ വയസ്സിൽ. അപ്പോഴല്ലേ നിസ്കാരം നിർബന്ധമായത്. നിസ്കാരം നിർബന്ധമാകുമ്പോ ഖദീജ ബീവി മണ്ണിനടിയിലല്ലേ, ജന്നത്തുൽ മുഅല്ലയില്. അപ്പൊ എങ്ങനെ ഖദീജ ബീവി നിസ്കരിക്കും? ശരി, അപ്പൊ നോമ്പ് പിടിച്ചിട്ടുണ്ടോ? ഈ 50-ാമത്തെ വയസ്സിൽ യാത്ര പോയി, 51-ൽ പോയിട്ട് തിരിച്ചു വന്ന് 3 വർഷം കഴിഞ്ഞ് മക്കയിലേക്ക് പോയി. 2 കൊല്ലം കഴിഞ്ഞ് 55-ാമത്തെ വയസ്സിലാണ് ഹജ്ജും അതുപോലെ നോമ്പ് നിർബന്ധമായത്. അപ്പൊ ഖദീജ ബീവി ഹജ്ജും ഇല്ല, നോമ്പും ഇല്ല, നിസ്കാരവും ഇല്ല. അവര് ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നിർബന്ധമില്ല. അപ്പൊ ഖദീജ ബീവി എന്താമല ചെയ്തത്? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്നെ ജീവനോളം സ്നേഹിച്ചു എന്റെ ഖദീജ, എന്റെ ജീവനോളം എന്നെ ഖദീജ സ്നേഹിച്ചു. മാത്രമല്ല വവജദക ആയിലൻ ഫഗ്നാ, ഞാൻ ദരിദ്രനായിരുന്നപ്പോ എന്റെ ഖദീജയുടെ സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ ദീനിനെ വരുത്തുന്നു. വലിയ സമ്പന്നയാണ്, എല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു. അവസാനം ഖദീജ ബീവി മരണപ്പെടുമ്പോ
നമുക്കറിയുന്നത് പോലെ നീളമുള്ള ഇദ്ദഖർ പുല്ല് വെട്ടിക്കൊണ്ടുവന്നാണ് കാല് പൊതിഞ്ഞത്. കഫൻ തികയുന്നില്ല. ആ നിലയിൽ മുഴുവൻ സമ്പാദ്യം അള്ളാന്റെ ദീനിനു വേണ്ടി കൊടുത്തു ഖദീജ ബീവി. അതുകൊണ്ടാണ് ഖദീജ ബീവിയുടെ വഫാത്ത് വേളയിൽ അള്ളാന്റെ ഹബീബിന് സങ്കടമായത്. അങ്ങനെ ഖദീജയും പോയി, എല്ലാവരും പോയി, ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇനി ആര് തന്നെ സംരക്ഷിക്കും? അങ്ങനെയാണ് ഇനി ഉമ്മയുടെ നാട്ടുകാർക്കാണ് പൊതുവെ സ്നേഹം അല്ലേ? ഉമ്മയുടെ വീട്ടുകാർക്കല്ലേ സ്നേഹം കൂടുതൽ? ഈ സാധാരണ മകളുടെ മക്കളോടാണോ സ്നേഹം, മകന്റെ മക്കളോടാണോ സ്നേഹം? യഥാർത്ഥത്തിൽ നമ്മുടെ മക്കള് മകന്റെ മക്കളാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ കിതാബുകളിൽ? മകന്റെ മക്കള് നമ്മുടെ മക്കളും മകളുടെ മക്കള് ആരാന്റെ മക്കളുമാണ്. എന്റെ മകന്റെ മകൻ എന്റെ മകനാണ്. എന്റെ മകളുടെ മകൾ വേറൊരാളുടെ മകന്റെ മോനല്ല, കുട്ടിയല്ലേ? പക്ഷെ നമുക്ക് സ്നേഹം പെമ്മക്കളുടെ മക്കളോടാണ്. കാരണം എന്താ? എന്റെ മോളുടെ മക്കളാണ്, എന്റെ മോന്റെ മക്കളാണെന്നൊക്കെ പറയുമ്പോ മരുവോള ഓർമ്മ വരും, അപ്പോഴും സ്നേഹം കുറയും. എന്തൊക്കെയോ ഉണ്ട്. എല്ലാവരും ഒക്കെ മിണ്ടാതെ മൗനത്തിലൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഉണ്ടാ ഭാര്യ? കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഉമ്മയുടെ വീട്ടുകാരുടെ സ്നേഹമാണ്. നബിതങ്ങൾ ചിന്തിച്ചു, ഇനി ഇവിടെ നിന്നാ പറ്റില്ല, ആരുമില്ല, അതുകൊണ്ട് പോകാം ത്വാഇഫിൽ. ഞാൻ ഇപ്പൊ ഉംറയ്ക്ക് പോയി ആകെ 3-4 ദിവസം. അങ്ങനെ ഉണ്ടായിരുന്ന 4 ദിവസം. കാരണം വർഷത്തിൽ ഒരിക്കൽ അവിടെ പോകാതിരിക്കാൻ മനസ്സനുവദിക്കില്ല. അൽഹംദുലില്ലാഹ് 12 വർഷം കൊണ്ട് കൃത്യമായി. എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല, ഞാൻ പറയാൻ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല, എനിക്ക് ആ പണിയൊന്നുമില്ല. ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ പോയി പരിശുദ്ധമായ ഉംറ ചെയ്തിട്ട് നേരെ സിയാറത്തിന് വേണ്ടി മദീനത്ത് സിയാറത്തിന് വേണ്ടി പോയി. ആ മദീനയിൽ സിയാറത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് തലേ ദിവസം മക്കയിൽ നിന്ന് ത്വാഇഫിലേക്ക് പോയി. കാരണം നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞാൽ പാല് കൊടുത്ത ഹലീമത്തു സഅദിയ എന്നവരുടെ നാട് ത്വാഇഫിലാണ്. അവിടെയാണ് നബിതങ്ങൾ അഭയം പ്രാപിച്ചത്. എല്ലാരും മക്കയിൽ നിന്ന് മരിച്ചു, ഒരുപാട് കിലോമീറ്റർ പോണം. അവിടെ ചെന്നു. നിന്റെ ഉമ്മാരെ ആളുകൾ നോക്കിക്കോളും, ഹലീമത്തു സഅദിയുടെ ആളുകളല്ലേ. അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള ആളുകളെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങാടിയിലെ തൊട്ടി കുട്ടികളെ കൊണ്ട് ഇന്നത്തെ സ്വകാര്യ ചാനലുകളിൽ ഇരുന്ന് റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്ന കുറെ വൃത്തികെട്ട പാഴ് ജന്മങ്ങളുണ്ടല്ലോ, നപുംസകങ്ങള്. ആ ശ്വാനന്മാരെ പോലുള്ള ത്വായിഫിലെ അങ്ങാടിയിലെ തെരുവീതികളിലെ കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞു. റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ ചോര ചാലിട്ടൊഴുകുകയാ. അവിടുന്ന് കുടിവെള്ളം നിഷേധിച്ചു, അവിടുന്ന് കൂകി വിളിച്ചു. നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോഴാണ് സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. നബിതങ്ങൾക്ക് ദാഹം സഹിക്കാൻ കഴിയാതെ വരുമ്പോ നബിതങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊടുത്തു. നബിതങ്ങളെ ചീത്ത വിളിച്ചു, കല്ലുവാരി എറിഞ്ഞു. സാധാരണ കല്ലെറിയുന്നതാരാ? പറ, ആരാ കല്ലെറിയുന്നത്? റോട്ട് ഞാൻ നടന്നു പോകുമ്പോ എന്നെ കല്ലെറിയുന്നവന് ഭ്രാന്തല്ലേ? എന്റെ മുഖത്ത് തുപ്പുന്നവന് ഭ്രാന്തല്ലേ? എന്നെ ഞാൻ നടന്നു പോകുമ്പോ കൂകി വിളിക്കുന്നവന് ഭ്രാന്തിന്റെ ലക്ഷണമല്ലേ? അതെ, അള്ളാന്റെ ഹബീബിനെ ചീത്ത വിളിച്ചു, റസൂലുള്ളാഹിനെ കൂകി വിളിച്ചു, നബിതങ്ങളെ കല്ലെറിഞ്ഞു, നബിതങ്ങളെ കാർക്കിച്ചു തുപ്പി. അള്ള കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മാനസിക ആശുപത്രി എവിടെയാ? ഭ്രാന്തന്മാരുടെ ആശുപത്രി എവിടെയാ? അത് ത്വാഇഫിലാണ്. അവിടെ ചെന്ന് ആ മല കയറി അങ്ങോട്ട് പോകുമ്പോ ആദ്യം കണ്ണിൽ പെടുന്നത് അവിടുത്തെ ഭ്രാന്തന്മാരുടെ ആശുപത്രിയാണ്. അള്ള കൊടുത്ത പണി, പടച്ചോൻ കൊടുത്ത പണി. ഏവൻ കണ്ണാടി ചിലിനകത്തിരുന്ന് ഏത് വൃത്തികെട്ടവൻ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാലും, എടോ നീ ഒന്നുകിൽ ഉടുതുണി വലിച്ചെറിഞ്ഞ് നിന്നെ ബഹുമാനിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മാനസിക രോഗിയായി നടന്നിട്ടല്ലാതെ നീ ചത്തൊടുങ്ങൂല. അത് ഏവനായാലും ഏവളായാലും. ഒരു വൃത്തികെട്ടവളുണ്ട്, ശൈത്താൻ പിടിച്ചവൾ, ശൈത്താന്റെ അമ്മയ്ക്ക് കഞ്ഞി വെച്ചവൾ.
ശൈത്താനുമല്ല, ശൈത്താന്റെ അമ്മയ്ക്ക് കഞ്ഞി വെച്ചവൾ. അവളും പറയുന്നുണ്ട് റസൂലുള്ളാഹിനെ പറ്റിയിട്ട് നമുക്ക് നിയമമില്ലാതായി പോയി, ഇല്ലെങ്കിൽ കരണക്കുട്ടിക്ക് ഒരറ്റ ആടി കടിച്ചിട്ട് ചുമരിലേക്ക് അങ്ങ് ചേർത്ത് വെക്കാമായിരുന്നു. ചെയ്തു പോകും. നിങ്ങൾ ചെയ്യില്ല, ഞാൻ ചെയ്യും. കാരണം നമ്മുടെ ഹബീബിനെ പറ്റി നമ്മൾ ഇന്നുവരെ മുഹമ്മദ് എന്ന് പറഞ്ഞ് നമ്മളെ നിർത്തൂല. ഉടനെ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ നീ എന്ന് നമ്മൾ പറയില്ല, അങ്ങ്, താങ്കൾ എന്ന് നമ്മൾ പറയും. അത്രയും വലിയ ബഹുമാനത്തോടെ നമ്മൾ കാണുന്ന ആ പ്രവാചകനെ പറ്റി എന്തെല്ലാം പറയുന്നു. ഈ കേരളത്തില് ഓരോ സ്വകാര്യ ഒരു മൊബൈൽ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അടച്ചിട്ട റൂമിനകത്തിരുന്ന് നബിതങ്ങളെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അത് കണ്ടിട്ട് ഓരോ വൃത്തികെട്ടവന്മാര് കമന്റ് എഴുതി അത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉരുട്ടി അവന്റെ ഒക്കെ മക്കൾക്ക് വായിൽ വെച്ചു കൊടുത്ത് അവർക്ക് ചോരയും നീരുണ്ടാക്കുന്ന കുറെ ഇരപ്പാളികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവന്മാരൊക്കെ അള്ളാന്റെ ഹബീബിനെ പറ്റിയും അള്ളാനെ പറ്റിയും റസൂലിന്റെ ഭാര്യമാരെ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു നിമിഷം യവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് യവനെയൊക്കെ ഒരു ചെറിയ പണി കൊടുക്കാൻ കുടുംബത്തിൽ പറഞ്ഞ ഏവനെങ്കിലും ഉണ്ടോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടില്? ചിന്തിച്ചു നോക്ക്. എന്നാ നമ്മൾ ഈ സരസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സ്വഭാവം ഇല്ല, നമുക്കതിന്റെ ആവശ്യമില്ല. ഇതര സമുദായത്തിന്റെ ആചാരങ്ങളെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അവരുടെ ദേവീ ദേവന്മാരെ ചീത്ത പറയാ പാടില്ല എന്നും പഠിപ്പിച്ചതാണ് നമ്മുടെ മതം. ശ്രീകൃഷ്ണനെയും അതുപോലെ തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ ആരാധ്യ പുരുഷന്മാരെ, ഗണപതിയായാലും ആരായാലും അവരെ ഒന്നും ചീത്ത പറയാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആനാ നമ്മോട് പറഞ്ഞത്. ആ രീതിയിൽ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇമാമ് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിനെ ചീത്ത പറഞ്ഞ കമ്മിറ്റിക്കാർ ഇമാമിനോട് ഇരുത്തിയിരിക്കോ? നാട്ടുകാർ കൈവയ്ക്കൂലേ? എന്തിനാടാ നീ മുസ്ലിയാരെ അങ്ങനെ ഒരു മതത്തിനെ പറ്റി ആക്ഷേപിച്ചതെന്ന് നമ്മുടെ ജനങ്ങൾ ചോദ്യം ചെയ്യൂലേ? ആ നിലയിൽ നമ്മൾ സൂക്ഷിക്കുന്നു. ഇനി അഥവാ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, ഇവൻ പിന്നെ ജയിലിടിഞ്ഞാൽ പോലും പുറത്തിറങ്ങുവോ? നിങ്ങളൊന്നും അറിയില്ല. ചാനലുകളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ അത് വീണ്ടും നിങ്ങൾക്ക് കാണാൻ ഒരു പ്രേരണ തരുന്നില്ല. നിങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളുടെ കണ്ണിൽ പെടല്ലേ എന്ന് ഞാൻ ദ്വാരക്കാൻ. ഓരോ ചാനലുകൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ഓരോന്നോരോന്ന് പറയുന്നത്, അള്ളാഹു അവർക്കൊക്കെ ദുനിയാവിൽ തന്നെ ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അവനൊക്കെ നശിച്ച് നാരായ കല്ലെടുക്കുന്നത് കണ്ടിട്ട് മരിക്കാനുള്ള നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഈ ത്വായിഫിൽ നിൽക്കാൻ അനുവദിച്ചില്ലവർ. അവസാനം ദാഹിക്കുന്നു സെയ്ദേ എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ നമ്മൾ ഈ എയർ കണ്ടീഷനുള്ള കാറിൽ യാത്ര ചെയ്ത് ഹൈ സ്പീഡിൽ നല്ല ക്വാളിറ്റിയുള്ള റോഡിലൂടെ പോയാൽ അവിടെ ചെല്ലുമ്പോൾ ദാഹം ഉണ്ടാവും. ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അവിടെ, നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കും. യാത്ര ചെയ്ത് മക്കയിൽ നിന്ന് വന്നതല്ലേ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന് എറികൊണ്ട് ശരീരമാസകലം പൊട്ടിയൊലിച്ച്, വാപ്പ മരിച്ച്, ഉമ്മ മരിച്ച്, അതുപോലെ എല്ലാ ദുഃഖങ്ങളും സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചു പോയിട്ട് സെയ്ദിനോട് പറഞ്ഞു, സെയ്ദേ വല്ലാത്ത ദാഹം, നബിയെ ഞാൻ വെള്ളം ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു തോട്ടത്തിൽ കയറി കുറച്ച് വെള്ളം ചോദിച്ചപ്പോ അവര് പറഞ്ഞു, വെള്ളം തരൂലടാന്ന് പറഞ്ഞു. നിന്റെ മുഹമ്മദിന് വെള്ളം തരില്ല, പൊയ്ക്കോടാന്ന് പറഞ്ഞു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു തോൽ സഞ്ചി അതുകൊണ്ടാ പോകുന്നത് വെള്ളം എടുക്കാൻ. അപ്പോ നബിതങ്ങൾ തോൽ സഞ്ചിയും കൊണ്ട് വരുന്നത് നബിതങ്ങൾ കണ്ടിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടാകുമെന്ന് നബിതങ്ങൾ ചിന്തിച്ചിട്ട് അടുത്തെത്തിയിട്ട് വെള്ളമില്ല റസൂലേ എന്ന് പറയുമ്പോ എന്റെ ഹബീബിന് വേദനിച്ചാലോ, അതുകൊണ്ട് ദൂരെ നിന്നിട്ട് അത് കമിഴ്ത്തി കാണിച്ചു കൊടുത്തു, വെള്ളം കിട്ടിയില്ല നബിയേന്ന്. എന്നിട്ട് എത്രയോ മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തെത്തിയത്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾ അടിച്ച് എന്നെ ചീത്ത പറഞ്ഞു, തൊഴിച്ചു, ഇതൊക്കെ ചെയ്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ വന്ന് അഭയം ചോദിച്ചത് നിങ്ങൾ മക്കയിൽ ആരോടും പറയരുത്, എന്നാൽ ഉപദ്രവം കൂടും. അവർ സ്വീകരിച്ചില്ല, ഉപദ്രവിച്ചു എന്നത് മാത്രമല്ല, ഈ വിവരം മക്കയിൽ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ നിലയിലും നബി തങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, നബിയേ അതേന്ന് നിങ്ങളൊന്ന് പറയണം. ഈ കാണുന്ന രണ്ട് മലകൾ ഞാൻ ഇപ്പൊ അങ്ങോട്ട്
ഈ മനുഷ്യരിലേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് അവരെ ഞാൻ അങ്ങ് അമർത്തി കൊന്നുകളയാ അള്ളാഹു എന്നെ അയച്ചതാ. അല്ല പറഞ്ഞു ഈ രണ്ട് മലകൾ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് അവരങ്ങ് നശിപ്പിച്ചേക്കാൻ. ആ സമയത്ത് നബിതങ്ങളുടെ പെർമിഷൻ ചോദിച്ചപ്പോൾ അവിടെന്ന് പറയുന്നു, വേണ്ട ജിബ്രീൽ, അവരറിവില്ലാത്തവരല്ലേ, അവര് വിവരമില്ലാത്തവരല്ലേ, എന്തിനാ അവരെ നശിപ്പിക്കുന്നത്? നാളെ ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാള് മുസ്ലിമായ, അങ്ങനെ അവരെ രക്ഷപ്പെട്ട അതല്ലേ നല്ലത്, അവര് സ്വർഗത്തിൽ പോകുമല്ലോ ജിബ്രീൽ. അതുകൊണ്ട് വേണ്ട ജിബ്രീലേ എന്ന് പറഞ്ഞ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഇത്രയും അധിക്ഷേപിച്ച് വിമർശിച്ച് ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി തെറിവിളിച്ച് അധിക്ഷേപിച്ച് കാർക്കിച്ചു തുപ്പി വെള്ളം നിഷേധിച്ച് ആട്ടി ഓടിച്ചിട്ട് വിവരം കൊടുത്ത് എല്ലാം നിലയിലും ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ച ത്വായിഫ് നിവാസികൾക്ക് വേണ്ടി ഒരിക്കലും അവര് വിവരം കെട്ടവരാണ്, ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് ജിബ്രീലിന്റെ മുമ്പിൽ ശുപാർശ ചെയ്ത മുഹമ്മദ് മുസ്തഫ കമാലിയത്തിന്റെ ഉടമയല്ലേ, വ്യക്തിത്വത്തിന്റെ ഉടമയല്ലേ? ഒരാള് വ്യക്തിത്വം നോക്കിയിട്ട് സ്നേഹിക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവിടെ നല്ലേ. നിർത്തട്ടെ, മൂന്നാമതൊരു ബന്ധമേതാ? അത് അൽ ഖറാബ. അത് ഏറ്റവും അടുത്ത ബന്ധമാണ്. ആ ഒരു ബന്ധമാണ് എല്ലാവരും ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയും മക്കളും മാതാപിതാക്കളും സ്നേഹിക്കുന്നത്. അങ്ങനെ നോക്കിയാലും നമുക്ക് ഏറ്റവും കടപ്പെട്ടത് ആരോടാ? എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? നബിതങ്ങൾ മാറ്റി വെക്കി. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരിക്കും? നിങ്ങൾക്ക് ആരോടാ? പെണ്ണുപിള്ളേടാ? നബിതങ്ങളെ മാറ്റി വെച്ചാൽ എനിക്ക് സ്നേഹം എന്റെ മക്കളോടായിരിക്കും, എന്റെ ഉമ്മയോടായിരിക്കും, എന്റെ ഭാര്യയോടായിരിക്കും. പക്ഷേ അതൊക്കെ ചുമ്മാതെയാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെ. ഞാൻ എന്നെ സ്നേഹിച്ചാലേ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു പെണ്ണ് നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് അടിക്കടി പറയും, ഞാൻ മുസ്ലിമാ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുസ്ലിമാണെങ്കിൽ ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കണം. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുകയും മുസ്ലിമായി ജീവിക്കാതിരിക്കുകയും ചെയ്യുമ്പോ ഞാൻ മറ്റൊരു മതത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളം. ഞാൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ എന്റെ അള്ളാനെ ഞാൻ സ്നേഹിക്കണം, എന്നിട്ടേ മറ്റൊരു ആരാധ്യ വസ്തുവിനെ സ്നേഹിക്കാൻ പറ്റൂ. ഞാൻ എന്റെ മതദേവനെ അല്ലെങ്കിൽ എന്റെ മതം അനുശാസിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ റബ്ബിനെ ആരാധിക്കാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഞാൻ എന്നെ സ്നേഹിച്ചാലേ എന്റെ ഉമ്മയെ സ്നേഹിക്കാൻ പറ്റൂ. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കണം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടാരോടാ? എന്നോട്. എന്നാൽ അല്ല പറയുന്നു അല്ല പറയുകയാണ്, ഒരു വിശ്വാസിക്ക് അവന്റെ ശരീരത്തെക്കാൾ ഏറ്റവും കടപ്പെട്ടത് നബിയാണ്. അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ അവർക്ക് ഏറ്റവും കടപ്പെട്ടത് അവർക്ക് നബിതങ്ങൾ ാണ്. അവരുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാരാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരാണ്. അള്ളാന്റെ ഹബീബി ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രായം എത്രയെന്നറിയോ? 18. ഈ നാട്ടില് കല്യാണ ആലോചന തുടങ്ങുന്ന സമയം ആരെങ്കിലും കല്യാണം കഴിച്ചോ? പാടില്ല. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരേ സമയം ഉമ്മയും ഭാര്യയാകുന്നത് ആരാണ്? അബൂബക്കർ തങ്ങൾക്ക് ആയിഷ ബീവി മകളാണ്, അതോടൊപ്പം ഉമ്മയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് മകൾ ഹഫ്സ ഒരർത്ഥത്തിൽ മകളാണ്, മറ്റൊരർത്ഥത്തിൽ ഉമ്മയാണ്. കാരണം നബി തങ്ങളുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരാണ്. വസ്വാജു ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാരാണ്. അപ്പൊ നമ്മുടെ ഉമ്മമാരാണ് എന്ന് പറയുമ്പോ അതിനപ്പുറം ഇനി എന്താ ബന്ധം? അപ്പൊ കുടുംബ ബന്ധത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് നബി തങ്ങളോടല്ലേ? അങ്ങനെ നോക്കിയാൽ നബി തങ്ങളെയല്ലേ സ്നേഹിക്കേണ്ടത്? ഇനി നാലാമത്തത് അൽ ഇഹ്സാൻ, ഉപകാരം. ഏറ്റവും വലിയ ഉപകാരം എപ്പോഴാണ്? നമ്മൾ സാധാരണ ഒരാളെ മറക്കാതിരിക്കുന്നത്, ഒരിക്കലും മറക്കാതെ നമ്മൾ ഇരിക്കുന്നത് എപ്പോഴാണ്? നമ്മളെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചവരൊക്കെയാണ്. ഇപ്പൊ നൗഫല്, ഈ നൗഫല്
നൗഫൽ എന്റെ കൂടെ ദർസിൽ പഠിച്ചതാണ്. ഞാനും ബുജൈർ മന്നാനി അടക്കമുള്ള ഒരുമിച്ച് പഠിച്ചതാണ്. നൗഫലിനെ ആ പഠിക്കുന്ന സമയത്ത് ഒരു പാമ്പ് കടിച്ചു. അപ്പൊ അന്ന് ആശുപത്രിയിൽ നിന്നതും ഒപ്പം എല്ലാം നമ്മളാണ്. ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. കാരണം നൗഫലിന്റെ ഉമ്മ തന്നെ പറയാറുണ്ട്, നമ്മളാണ് അവനെ രക്ഷപ്പെടുത്തിയത് എന്ന്. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് രക്ഷപ്പെടുത്തിയത്. നമ്മളെ അവർ മറക്കാതിരിക്കുന്നത് ഒറ്റ കാരണമാണ്. എന്ത് കാരണം? ഒരു ഉപകാരം. ആ ഒരു ഉപകാരം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഏറ്റവും വലിയ ഉപകാരം നമുക്ക് കിട്ടുന്നത് ആരിൽ നിന്നാണ്? الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي. നാളെ നരകത്തിലേക്ക് നമ്മളെ വലിച്ചെറിയാൻ അല്ലാഹുവിന്റെ സബാനിയാക്കളായ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിക്കുമ്പോ ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ, കൈകാലുകൾ കെട്ടടാ, ചങ്ങലയിൽ ബന്ധിക്കടാ, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയടാ എന്ന് അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു പറയുമ്പോ الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي. അല്ലാഹുവേ പറ്റൂല പടച്ചോനെ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ദാസന, എന്റെ പ്രിയപ്പെട്ട അനുയായിയാണ്. അവസാനത്തെ അനുയായും രക്ഷപ്പെടാതെ ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്തൂലെന്ന് പറഞ്ഞ് സുജൂദിൽ വീഴുന്നു. നബിയെ, ഇവിടെ സുജൂദില്ല, അതൊക്കെ ഭൂമിയില. എന്നാൽ എന്റെ അനുയായികളെ കയറ്റിവിട് സ്വർഗത്തില്, തല പൊക്കു നബിയെ, എല്ലാരെയും വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആളുകളെയും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതിലും മൗലൂദ് ഓതാത്തവരും കാണൂലേ. പല രീതിയിലാണ് മൗലൂദ് ഓതുന്നത്. വേണ്ട, ചിലര് മൗലൂദ് ഓതൂല, പക്ഷെ പായസം കുടിക്കും മൗലൂദിന്റെ. ചിലര് മൗലൂദ് ഓതും, പായസം വേണ്ട. അത് ശരിയല്ല. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല വെച്ചത്, നബിതങ്ങൾക്ക് വേണ്ടി വെച്ചതെന്നും പറഞ്ഞ് കൂടുതൽ തൗഹീദ് മൂത്തിട്ട് അങ്ങനെ പോകും. നിനക്ക് വേണമെങ്കിൽ കൂടി, അത്ര വേണമെങ്കിൽ കുടിച്ചാൽ കൊതി വിട്ട് കുടിക്കുന്നവരെ നീ വയറ്റിപ്പെരുക്കം ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും അങ്ങ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറെ എണ്ണം വന്നിട്ട് അതെല്ലാം മുടക്കി ബാത്തിലാക്കിയിട്ട് നമ്മളെ പിടിച്ച് എപ്പോഴും താഴോട്ട് വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി സ്നേഹിച്ച് നബിതങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്ക്. നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കൊടുക്കുന്ന സ്നേഹം തത്തുല്യമായി അല്പം കൂടി സിയാദത്ത് വർധനവോടുകൂടി കിട്ടുന്ന ഒരേ ഒരു സ്നേഹഭാജനം, പ്രേമഭാജനം, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ രാവിലെ ഞാൻ പറയുന്നു, നാളെ മുതൽ ഒരു 101 സ്വലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അതിന്റെ ഒരു വിഹിതം എനിക്കും കിട്ടും. 101 സ്വലാത്ത് മുടങ്ങരുത്. നിസ്കാരം ഇല്ലാത്ത സമയത്തും ചൊല്ലാം. വേറെ ഏതുപോലെയല്ല, വെറുതെ ചൊല്ലിയാലും ഇബാദത്ത്, കൂലി. വെറുതെ ചൊല്ലിയാണ്, നടന്ന് ചൊല്ലിയാണ്, നിയ്യത്തില്ലാതെ ചൊല്ലിയാണ്, ആത്മാർത്ഥം ഇല്ലാതെ ചൊല്ലിയാണ്, അതിനൊക്കെ കൂലി അല്ലാഹു തരും. അതുകൊണ്ട് മുറുകെ പിടിച്ചോ. 100 സ്വലാത്ത്, അറ്റ്ലീസ്റ്റ് 100 സ്വലാത്ത്, എത്ര ചൊല്ലിയാലും കുഴപ്പമില്ല. 100 സ്വലാത്ത് മുടങ്ങാതെ ദിവസം ചൊല്ലി അടുത്ത റബീഉൽ അവ്വൽ എത്തുമ്പോൾ നമ്മൾ അല്ലാതായി മാറും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.